ഡിയർ ഫ്രണ്ട്സ്, ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിസ്മസിനെ കുറിച്ച് തന്നെയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധികളുടെ ഒരു സെലിബ്രേഷനാണ് എന്നുള്ള ഒരു പോയിന്റാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്മസിനെ നമ്മളൊരു പ്രതിസന്ധികളുടെ ഒരു സെലിബ്രേഷനാണ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികളുടെ ഒരു ആഘോഷമാണ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ എടുത്തു നോക്കാം. ഇപ്പോൾ ക്രിസ്മസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനമാണ് എന്ന് നമുക്കറിയാം. മാതാവും അതോടൊപ്പം ഔസേപിതാവും കൂടെ ഒരു യാത്ര നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അവർ മഞ്ഞ് നിറഞ്ഞ ഒരു താഴ്വരയിലൂടെ ഒരു യാത്ര ചെയ്യുന്നതും, അപ്പോൾ ഗർഭിണിയായ ഭാര്യയെ ഒരു കഴുതപ്പുറത്തേറ്റി കൊണ്ടുപോകുന്ന ജോസഫ് എന്ന ഈ ചെറുപ്പക്കാരൻ അങ്ങനെ പല വീടുകൾക്ക് മുന്നിൽ മുട്ടുന്നുണ്ട് ഒരു അഭയത്തിന് വേണ്ടിയിട്ട്. സ്വന്തം ഭാര്യ പ്രസവവേദന അനുഭവിക്കുന്ന ഭാര്യയുടെ ഒരു അഭയത്തിന് വേണ്ടിയിട്ട്. അവസാനം അദ്ദേഹത്തിന് സ്ഥലം കിട്ടുന്ന ഒരു കാലിത്തൊഴുത്തിലാണ്. ആ കാലിത്തൊഴുത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. അപ്പോൾ വളരെ തണുപ്പ് നിറഞ്ഞ ഒരു രാത്രിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ എത്രത്തോളം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം അവർ കടന്നുപോയിരിക്കുന്നത്, എത്രത്തോളം ഒരു വേദനയിലൂടെ ആയിരിക്കാം അവർ കടന്നുപോയിരിക്കുന്നത്. പ്രസവവേദന എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു വേദനയാണ്. അതോടൊപ്പം തന്നെ കഠിനമായ ശൈത്യവും മറ്റ് കാലാവസ്ഥയും തീരെ പ്രതികൂലമായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥ കൂടി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരസ്കരണവും മറ്റൊരു വസ്തുതയാണ്. ആരും അവർക്ക് അഭയം കൊടുക്കുന്നില്ല. അവസാനം അവർക്കൊരു തൊഴിൽ ആരുടെ കാരുണ്യം മൂലം അഭയം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ അവർ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾ, പീരീഡ് ഓഫ് സ്ട്രഗിൾ ആണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഒരു വലിയ വ്യക്തിയുടെ ജനനത്തെ കുറിക്കാനാണ് ചരിത്രം ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ അവരെ കടത്തിവിടുന്നതൊക്കെ നമുക്ക് പറയാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ സാധിക്കും. അപ്പോൾ കൃഷ്ണൻ്റെ ജനനം എടുക്കുകയാണെങ്കിലും നമുക്കിതുപോലെ അദ്ദേഹത്തിൻ്റെ ജനനവും ഒരു വളരെ ഇങ്ങനെ ഒരു സംഘർഷതമായ അവസ്ഥയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ജയിലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള ചില മാനുഷികമായിട്ടും അല്ലെങ്കിൽ പ്രകൃതി തരുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചില സംഘടനകൾ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അപ്പോൾ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള സംഘടനകൾ? പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ നിന്നുമൊക്കെ മനുഷ്യർ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഇത് അനുഭവിക്കേണ്ടി വരുന്നത് അയാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനാണെന്ന് നമുക്ക് കുറേയൊക്കെ വേണമെങ്കിൽ അനുമാനിക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ശക്തി അല്ലെങ്കിൽ ആ കരുത്ത് അദ്ദേഹത്തെ പിന്നീടുള്ള ജീവിതത്തിന് വളരെയധികം ഊർജ്ജസ്വലനാക്കി മാറ്റുകയും മറ്റു വ്യക്തികളെ കൂടെ അദ്ദേഹത്തിന് മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ഒരു പ്രചോദനമാകാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടെ സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്ട്രഗിൾസ് അദ്ദേഹത്തിന് മറ്റു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുവാനും അതിൽ നിന്ന് അദ്ദേഹത്തിന് ജപിച്ച ജ്വാല മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അതിൽ നിന്നും ആയിരങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടി, ഒരു പ്രചോദനം കിട്ടി അവരുടെ ലൈഫിനെ മാറ്റാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നിസ്തർക്കമായ വസ്തുതകളാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ പല സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ട്രഗിൾസിലൂടെ അവർ അവരുടെ ലൈഫിനെ മാറ്റിയെടുക്കുകയും അതിൽ നിന്ന് കുറേയൊക്കെ പാഠങ്ങൾ മനുഷ്യരാശിക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള വലിയൊരു സന്ദേശം നമുക്ക് ക്രിസ്മസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നെൽസൺ മണ്ടേല എന്നുള്ള ഒരു മഹാത്മാവ്, അദ്ദേഹം തൻ്റെ ജീവിതം കുറേ കാലം ജയിലിൽ കഴിച്ചുകൂട്ടുകയുണ്ടായി. സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രതി അദ്ദേഹം ജയിലിൽ കഴിച്ചുകൂട്ടുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ജയിൽ വിമോചിതനാവുന്നൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി അധികം മാനസികവും ശാരീരികവുമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് ഈ അടുത്തിടെ സിനിമയായ ആടുജീവിതം എന്ന കൃതി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തി ശരിക്കും കടന്നുപോയ ചില സ്ട്രഗിൾസ്, സംഘടനകൾ, പ്രകൃതിയിൽ നിന്ന് അദ്ദേഹം നേരിട്ട സംഘടനകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ തളർത്തുന്ന അവസ്ഥയും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചിന്തകൾ, അത് എങ്ങനെ തൻ്റെ കാര്യങ്ങൾ തൻ്റെ ദാഹവും വിശപ്പും എങ്ങനെ പോലും അദ്ദേഹത്തിന് സാധിക്കാത്ത അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ പോലും അദ്ദേഹം
അദ്ദേഹം കടന്നുപോയി, പിന്നീട് അതിൽ നിന്നെല്ലാം കരകയറി വരുന്നു. അപ്പോൾ അങ്ങനെ തൻ്റെ ഒരു വ്യക്തിത്വത്തിൽ തൻ്റെ പിന്നീടുള്ള ജീവിതത്തെ അത് മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്മസിന് ശേഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം അതിന് AD BC അപ്പോൾ ക്രിസ്തു എന്ന വ്യക്തി ചരിത്രത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ചില സ്ട്രഗിളുകളുടെ ഒരു മുന്നോടി എന്ന രീതിയിലാണ് ഇവിടെ ക്രിസ്മസ് അവതരിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് കുറെ കുറെ തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോവുകയും സ്വന്തം ജനത്താൽ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാന്തരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അദ്ദേഹം അവിടെ രോഗരക്ഷകനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഒരു മഹാത്മാവായി ഉയർത്തപ്പെടുന്നു എന്നുള്ളതിനുള്ള ഒരു മുന്നോടിയായിട്ട് നമുക്കിവിടെ ക്രിസ്മസ് കാണപ്പെടുന്നു. അപ്പോൾ നമുക്കും ഡിയർ ഫ്രണ്ട്സ്, നമുക്കും നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുന്ന ചില സ്ട്രഗിൾസ് അത് നമ്മളെ എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റിയെ പാകപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എത്രത്തോളം പോസിറ്റീവ് ഇഫക്ട്സ് അത് ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും, അതായത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ആ ഒരു മെഡിറ്റേഷനിലൂടെ, ഈ ഒരു വിചിന്തനത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു റിഫ്ലക്ഷനിലൂടെ, ഈ ഒരു തിരിഞ്ഞു നോട്ടത്തിലൂടെ നമുക്കും ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുകയും അതോടൊപ്പം ഈ ക്രിസ്മസിൻ്റെ ഡിഫിക്കൽട്ടീസിൽ പങ്കുചേരുകയും നമ്മുടെ ലൈഫിനെ കൂടെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.